Hi guys, welcome back to my YouTube channel Hannah's Vlog. ഗായ്സ് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഗൈസ് അതിനകത്തോട്ട് കയറുകയാണ്. അവിടെ നല്ല മനോഹരമായ ഗാർഡൻ ഉണ്ടായിരുന്നു ഗൈസ്. ഓരോരോ ഗാർഡൻ്റെ അകത്താണ് ഓരോരോ ഈ സ്ലൈഡും ഊഞ്ഞാലും ഒക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾ അവിടെ കിടന്ന് കളിക്കാൻ പോവുകയാണ് ഗൈസ്. ഞങ്ങളെല്ലാവരും കൂടി അവിടെ കാണും ഇരിക്കാൻ വല്ല സീറ്റ് വല്ല ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. കാരണം ഞങ്ങൾ നടന്ന് ഭയങ്കര കുഴഞ്ഞ് ഗൈസ്. കാരണം ഞങ്ങൾ കാറ് വേറെ സ്ഥലത്ത് ഞങ്ങൾ വന്നത് ഇത്തിരി കുറച്ച് ദൂരമായിരുന്നു കാറ് കൊണ്ട് പാർക്ക് ചെയ്തത്. അപ്പം കുറേ നടന്നാണ് ഗൈസ് വന്നത്. വന്നപ്പോഴത്തേനും ഹയായും അവ്വായും കൂടി പല സാധനത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കളിക്കുകയായിരുന്നു. ഇത് പിന്നെ ഗൈസ് മറ്റേ രണ്ടുപേരാടുന്ന ഊഞ്ഞാലാണ് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഊഞ്ഞാലാട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് രണ്ടുപേരുടെയും വിധം മാറി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചിലായിരുന്നു. അവർക്ക് ഓവർ ആടുന്നത് ഭയങ്കര സ്പീഡ്, അതുകൊണ്ട് അവർ കരയാൻ തുടങ്ങി. അടുത്ത് അവര് സീസോയിലാണ് കയറിയത്. അപ്പൊ ഹയ സീറ്റ് ചെയ്തില്ല. അതിന് മുന്നേ രണ്ടുപേരും കളി തുടങ്ങി. ഹയ ആദ്യത്തെ ചടവിൽ തന്നെ സീറ്റിൽ നിന്ന് പുറത്ത് വന്നു ഗൈസ്. പിന്നെ ഗായ്സ് ഇവിടെ ഒരു സ്ലൈഡ് ഉണ്ട്. ഹയ കയറാൻ നേരത്തേനും അവിടെ ഇതായതുകൊണ്ട് പൊട്ടിയതായതുകൊണ്ട് കയറണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ഒരു ഡക്കിൻ്റെ മറ്റേ കറങ്ങുന്ന സാധനമാണ് ഗൈസ്. അത് ഹയായ അവ്വായും കൂടി അതിനകത്ത് കയറി കറങ്ങാൻ പോവുകയാണ്. റെഡിലും കയറി ഞാൻ ബ്ലൂവിലും ആണ് കയറിയത്. ഇവർ ഗൈസ് രണ്ടാമത്തെ ആ ഊഞ്ഞാലക്കൂട്ടത്തെ സാധനത്തിനകത്ത് വീണ്ടും കയറിയാക്കുകയാണ്. അവർക്ക് അവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഊഞ്ഞാലാണ് ഗൈസ്. അവർ എത്ര പ്രാവശ്യം കയറിയിട്ട് അവർക്ക് മടുപ്പ് തോന്നില്ല. ഞാനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വേറെ എന്തെങ്കിലും റൈഡ് തേടിപ്പോയും ഗൈസ്. ഇവരെ പോലല്ല ഗൈസ്. അപ്പം ഞങ്ങൾ അവിടെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ നടക്കുകയാണ് ഗൈസ്. നടന്ന് പോവുകയാണ്. വീണ്ടും ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു, അതും പൊട്ടിക്കിടക്കുമായിരുന്നു ഗൈസ്. ഞങ്ങള് ഈ ഇതില്ലേ, ഈ ഊഞ്ഞാലില്ലേ, ഇങ്ങനെ സ്വിച്ചൊക്കെ ഓൺ നല്ല ശക്തിയിൽ ആടുന്ന ഊഞ്ഞാലും ഈ കുതിരയും ചാടുന്ന കുതിരയൊക്കെ ഇവരെ കയറ്റാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോഴാണ് ഞാൻ കെട്ടിൻ്റെ പണി കിട്ടിയത്. അവിടെ ഒന്നുമേ സ്റ്റാർട്ടായിട്ടില്ല ഗൈസ്. അത് 2 മണി കഴിഞ്ഞിട്ട് സ്റ്റാർട്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേന് ശശിയായി. എന്ത് ചെയ്യാൻ ഗൈസ്. രണ്ടുപേരും ഒറ്റ വാശിയിലാണ് ഗൈസ്. 2 പേർക്ക് ഇപ്പോൾ ബോട്ടിങ്ങിന് കയറണം. സ്റ്റാർട്ടാവാത്ത എങ്ങനെയാണ് ബോട്ടിങ്ങിനൊക്കെ പോകുന്നതെന്ന് പറഞ്ഞപ്പം 2 പേർക്ക് ഭയങ്കര വാശി. ബോട്ടിൽ കയറണം. 2 പേർക്ക് ബോട്ട് ഓടിക്കാൻ അറിയത്തില്ല. ബോട്ടിൽ കയറണമെന്ന് ഭയങ്കര നിർബന്ധമാണ് ഗൈസ്. ഗൈസ് ഒരു പട്ടിക്കുട്ടിയാണ് ഇരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ ഗൈസ്. നല്ല ക്യൂട്ട് പപ്പിയായിരുന്നു ഗൈസ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്ന് അപ്പോഴത്തേനും ഇതൊക്കെ സ്റ്റാർട്ടായി. അപ്പം ഹയായ അവ്വായും കൂടി അവിടെ കറങ്ങാൻ വേണ്ടി അങ്ങോട്ടേക്കൂടെ നടക്കുകയാണ്. ഇവിടെ മൊത്തം സ്റ്റാർട്ടായി. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ മാമീനെ അവിടെ കൊണ്ടുവിടാനായിരുന്നു ഒരു സ്ഥലത്തോട്ട്. അപ്പം ഞാൻ മാമീനെ കൊണ്ടുവിട്ട് ഉമ്മിയും മാമിച്ചായും കൂടി. അപ്പം ഞാനും ഉമ്മിച്ചായും 2 പിള്ളേരും കൂടി പാർക്കിരുന്ന് കളിക്കുകയായിരുന്നു. അങ്ങനെ അവ്വായും നയായും കൂടി ഈ മറ്റേ ട്രാമ്പലീന് ആ സാധനത്തിനകത്ത് ചാടാൻ പോവുകയാണ് ഗൈസ്. അവ്വാച്ചി കയറിയപ്പോഴത്തേനും അവ്വാച്ചിക്ക് ഭയങ്കര പേടി ഗൈസ്. അതേപോലെ തിരിച്ചിറങ്ങി. പിന്നെ വലിഞ്ഞു കയറാൻ ബെസ്റ്റ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു കയറുകയാണ് ഗൈസ്. എന്തിനകത്ത് വലിഞ്ഞു കയറാൻ പേടിയില്ലാത്ത ഒറ്റൊരനിയത്തി അത് ഇവള് മാത്രമായിരിക്കും. പണ്ട് സൗദി വെച്ച് ഫസ്റ്റ് ഇവള് ട്രാമ്പലീൻ കാണുന്ന അവിടെ വെച്ചായിരുന്നു. നേരത്തേന് ഇവള് ആണെങ്കിൽ ആച്ചി എനിക്ക് പേടി, ആച്ചി എനിക്ക് വയ്യ, ഞാൻ കയറത്തില്ലെന്ന് പറഞ്ഞ് മാറിയവൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കയറിയിട്ട് അന്ന് രാത്രി അവിടെ നിന്ന് അവൾക്ക് വരണ്ട വീട്ടിലോട്ട്. അവിടെ തിന്നാൽ മതി, അവിടെ നിന്ന് കളിച്ചാൽ മതി.
പിന്നെ ഇവിടെ അവിടെ ട്രംബലീന ചാട്ടമൊക്കെ കഴിഞ്ഞ് ബോട്ടിലെ കാര്യങ്ങളൊക്കെ കാണാൻ വന്നേക്കാണ്. അപ്പോഴത്തേനും പിള്ളേർ വാശി പിടിച്ചാണ് ഞാൻ എൻ്റെ വഴിക്ക് പോയി ഞാനൊരു സൈക്കിൾ എടുത്ത് ചവിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എങ്ങാണ്ട് ഇവിടെ വന്നിട്ട് ചവിട്ടിയതാണ്. അപ്പോഴത്തേക്കും ആ ചവിട്ടിയ രീതി ഒന്ന് ഓർത്തെടുത്തതാണ്. അപ്പോഴത്തേനും എനിക്ക് ഓർമ്മ കിട്ടി ഞാൻ ചവിട്ടാൻ വേണ്ടി പോയി. പിള്ളേരാണെങ്കിൽ കുതിരയ്ക്കകത്തും കയറി ഗൈസ്. അവർക്ക് കുതിരയ്ക്കകത്ത് കയറണമെന്ന് പറഞ്ഞ് അവർ കുതിരയ്ക്കകത്തും കയറ്റി. അയാൾക്ക് പിന്നെ നീളമില്ലാത്തോട്ട് കയറാൻ ഭയങ്കര പാടാണ്. സായ പിന്നെ ചാടി എങ്ങാണ്ട് കയറുകയാണ്. അങ്ങനെ ഞാൻ സൈക്കിൾ ചവിട്ടി 5-6 റൗണ്ട് ചവിട്ടിയാണ്. ഞാനൊരു 11-12 റൗണ്ടൊക്കെ ചവിട്ടിയായിരുന്നു ഗൈസ്. അതിനു മുന്നേ അതിൻ്റെ മറ്റേ ചാടുന്ന സാധനമില്ലേ, ഈ സാധനം, ആ സാധനത്തിനകത്ത് കയറണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. എന്ന് വെച്ചാൽ അത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് 2 പേരും വിഷമിച്ച് തിരിച്ചു തന്നത്. പിന്നെ 2 പേര് കുതിരയ്ക്കകത്ത് കയറുകയാണ്. സ്റ്റേ വരുന്ന 2 പേരും കണ്ടോ ഗൈസ്. ഹയ ആണെങ്കിൽ തറയിൽ എന്താണ്ടൊക്കെ നോക്കുകയാണ് ഗൈസ്. ഹയ പിന്നെ തറയിലാണ് നോക്കി നടക്കത്തുള്ളത്. ഇങ്ങനെ ഗൈസ് ഞാൻ സൈക്കിള് ചവിട്ടുകയാണ് ഗൈസ്. ഞാൻ സൈക്കിള് ചവിട്ടി എൻ്റെ കാല് പാതിയും മുക്കാലും തളർന്നു പോയി ഗൈസ്, തളർന്നു പോയി ഗൈസ്. ഇത് പിന്നെ എന്തോ എയറോപ്ലെയിൻ കറങ്ങുന്ന ഒരു സാധനമാണ്. എയറോപ്ലെയിനകത്ത് കൊച്ചു പിള്ളേരെ വെച്ച് ഇങ്ങനെ കറക്കും. പിന്നെ എല്ലാത്തിനും 50 രൂപ വെച്ചാണ് ഗൈസ്. ഒരു ഗെയിമിന് ഒരാൾക്ക് 50 രൂപ. അപ്പം ഞങ്ങൾക്ക് ഒരു കാർഡ് പോലെയാണ് ഗൈസ് വരുന്നത്. പിന്നെ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ട് ഞങ്ങൾ കടലിൽ കളിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ കടലിൽ കളിച്ചു ഗൈസ്. നല്ല തിര ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേനും. അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അജയ് പോയി അവിടുന്ന്. ഗൈസ് ഞാൻ പോയത് വെറുതെ ഒന്നുമല്ല, എന്തുവാ കടലമ്മയെന്ന് അതിനകത്ത് എഴുതാനാണ് ഗൈസ്. അല്ലാതെ ചുമ്മാ മാറാൻ എനിക്ക് പേടിയൊന്നുമില്ല ഗൈസ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, കാരണം ചെറിയ ഈ വെള്ളം നട്ടുന്ന പേടിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ അങ്ങ് മാറിയ സ്വാപ്പി എന്നെ കടലിൽ കയറ്റി. പിന്നെ അവ്വാച്ചി അയായുമാണെങ്കിൽ കടലിൽ വെള്ളം വരാൻ നേരം അങ്ങ് ഒരു കിടപ്പ്. രണ്ടിൻ്റെയും കാല് തൊട്ട് തല വരെ മൊത്തം നനഞ്ഞിരിക്കുമായിരുന്നു ഗൈസ്. ഇവര് കറി കയറ്റ സമ്മതിക്കില്ലെന്ന് തോന്നുന്നു. 2 പേരും മൊത്തത്തിൽ നനഞ്ഞ് കയ്യും കാലും മൊത്തം മണ്ണാക്കി മണ്ണി കളിക്കുകയാണ് ഗൈസ്. ഞാൻ മണ്ണിൽ എൻ്റെ പേര് എഴുതി കളിക്കുകയാണ് ഗൈസ്. അപ്പം അത് കടൽ വന്ന് കൊണ്ടുപോയി. അങ്ങനെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയായിട്ടാണ് കടൽ വന്നത്. ഗൈസ് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.